എല്ലാം നല്ലതായിട്ട് തോന്നുന്നു. മറ്റുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട, കുട്ടികൾക്കൊപ്പം തന്നെ പേരൻസും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മക്കളുടെ ഭാവി ഇനി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാൻ ഈ ഒരു കൊച്ചുമിടുക്കൻ്റെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളെപ്പോഴും കാതോർത്തിരിക്കണം. റൗൾ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ഓക്കെ റൗൾ, എന്താണ് ആക്ച്വലി AI കൊണ്ട് റൗളിന് പറയാനുള്ളത്? AI വാട്ട് ഈസ് ഗോയിങ് ടു ചേഞ്ച്? AI ആക്ച്വലി മുമ്പ് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത് AI ഒക്കെ മുമ്പ് ഈ AI വരുമ്പം ഫാക്ടറിയിലുള്ള ജോലികളും ക്രിയേറ്റീവ് അല്ലാത്ത ജോലികളായിരിക്കും ആദ്യം അത് എടുക്കാൻ പോകുന്നതെന്ന്. ഈ ഒരാൾക്കാർ ചുമ്മാ ഇങ്ങനെ ഇത് ചെയ്യത്തില്ല. ഇപ്പം ബില്ലിംഗ് കൗണ്ടേഴ്സിലൊക്കെ ഒരു കാര്യം, ഇപ്പോൾ ചിപ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ചോക്ലേറ്റ് ബില്ല് ചെയ്യുമ്പം ആ റിസപ്ഷനിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരെ AI റീപ്ലേസ് ചെയ്യുന്ന നമ്മൾ വിചാരിച്ച ക്രിയേറ്റീവ് അല്ലാത്ത ജോലികൾ. പക്ഷെ ഇപ്പം AI എടുക്കാൻ തുടങ്ങുന്ന ആദ്യം ക്രിയേറ്റീവ് ജോബ്സാ. പടങ്ങൾ ഉണ്ടാക്കുന്നു, മെയിലുകൾ എഴുതുന്നു, ലൈക്ക് മാർക്കറ്റിംഗ്, അങ്ങനത്തെ കുറെ കാര്യം. സോ അതിനകത്തൊക്കെ ആദ്യം തന്നെ നമ്മൾ AI ഉപയോഗിക്കാൻ തുടങ്ങണം. That is one of the main things. Like if you don't use AI will take your job. So എൻ്റെ ഒരു അതെന്ന് പറഞ്ഞാൽ you have to use AI. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് AI പറ്റി ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഒക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇപ്പം റൗൾ പറഞ്ഞ പോലെ തന്നെ ജോബ് റീപ്ലേസ് ചെയ്യുമെന്നൊക്കെ. അപ്പം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ റൗൾ എന്തുകൊണ്ടാണ് ഈ AI ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്താണ് റൗളിനെ അതിലേക്ക്? മറ്റു ഒരുപാട് മേഖലകളുണ്ട്, ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, വെബ് ഡെവലപ്മെൻറ്റ്, ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിംഗ്, ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടെങ്കിലും റൗളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൗളിൻ്റെ പേര് തന്നെ ഫേമസ് ആയിരിക്കുന്നത് റൗൾ UK-യിലെ ഒരു കൺസൾട്ടൻറ്റും കൂടാണ്, ഒരു AI കൺസൾട്ടൻ്റ്. അതുകൂടാതെ UK-യിൽ എത്ര പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്? കുറേ പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് US-ൽ. നമുക്കതൊരു വലിയ കാര്യമാണ് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളത്. റൗൾ പഠിക്കുന്നതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? ഒരു ഗവൺമെന്റ് സ്കൂളാണ്. റൗൾ നോർത്തിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഇതൊരു വലിയ ഉദാഹരണമാണ്. പഠിക്കേണ്ടവരും എക്സ്പ്ലോർ ചെയ്യേണ്ടവരും ഈ ഒരു രീതിയിലും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. റൗൾ എങ്ങനെയാണ് ഈ AI ചൂസ് ചെയ്യാൻ കാരണം? വൈ? സോ എനിക്ക് ആക്ച്വലി ഇപ്പം വീഡിയോ എഡിറ്റിംഗ് നല്ല ഇഷ്ടമായിരുന്നു. ഈവൻ ബിഫോർ കറണ്ട് ആയിട്ടുള്ള ടെക്നോളജി എനിക്ക് ഓൾവേസ് ഐ ലൈക്ക് ഇറ്റ്. ഇപ്പം എൻ്റെ ഫോൺ ഞാൻ ഇതിനകത്ത് സോഫ്റ്റ്വെയർ തന്നെ മാറ്റി. ആൻഡ്രോയിഡ് 11 നിന്ന് ആൻഡ്രോയിഡ് 12 സപ്പോർട്ടില്ല. എന്നാലും ഞാൻ അത് ഇട്ട് റൂട്ടിംഗ് എന്ന് പറയും, കുറെ കോഡിങ്. ഇപ്പം ഇമാജിൻ ചെയ്യുക, ആൻഡ്രോയിഡിനകത്ത് ഐഫോണിന്റെ iOS ഇട്ടു, അത്രയും നമുക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ ഫുൾ ആൻഡ്രോയിഡ് മാറ്റി, സപ്പോർട്ട് ഇല്ലെങ്കിലും. അപ്പൊ ആ കറണ്ട് ടെക്നോളജി എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കുറെ ഫീച്ചേഴ്സ് വരുന്നതും ഈ കുറെ വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഓൾവേസ് ഇഷ്ടമായിരുന്നു. എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാൻ കുറെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യും. അപ്പം നല്ല ആനിമേഷൻ, അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വിചാരിച്ച് അടുത്തത് എന്താ വരാൻ പോകുന്നതെന്ന്. അപ്പൊ വിചാരിച്ചു ഈ വീഡിയോ എഡിറ്റിംഗ് 2 മാസം എടുക്കും എനിക്കൊരു വീഡിയോ റിലീസ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് മാസത്തിൽ സാറ്റർഡേ സൺഡേ ഇരുന്ന എനിക്കൊരു വീഡിയോ ഉണ്ടാക്കാം 2 ദിവസത്തില്. ബിക്കോസ് ഓഫ് AI too. മീൻസ് ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, ബട്ട് വിത്ത് ദാറ്റ് AI കാരണം ഫുൾ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാൻ പറ്റും. ഏത് വീഡിയോ എഡിറ്റിംഗ് ടൂളാണ് റൗളിനെ സഹായിക്കാറുള്ളത്? ഫയർ കട്ട് ഉണ്ട്, അങ്ങനെ കുറെ ടൂൾസ് ഉണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റോറി ബോർഡ് ഉണ്ട്. എങ്ങനെ ഒരു സ്റ്റോറി നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റും, അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. ഈ ഒരു സെക്ടറിലേക്ക് റൗൾ വരുമ്പോഴത്തേക്കും റൗൾ ഇതിനു വേണ്ടി എന്ത് സോഴ്സസ് ഒക്കെയാണ് ഇങ്ങനെ? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാണുന്നവരുണ്ടാവാം. അപ്പോൾ റൗൾ എങ്ങനെയാണ് ഈ ഒരു സെക്ടറിലേക്ക്, നമുക്ക് അതിൻ്റെ ഈ സെക്ടറിനകത്തുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കുന്നതിന് മുന്നേ ഒരുപാട് സ്റ്റുഡൻസും പേരൻസും ഒക്കെ മേ ബി ഇത് കാണുന്നുണ്ടാവാം. ഒരു സംശയം ഉണ്ടാവും, എന്താണ്, എങ്ങനെയായിരിക്കും ഞങ്ങളുടെ മക്കൾ ഇത് പഠിക്കേണ്ട? അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹൗ ഐ ക്യാൻ അച്ചീവ് ദിസ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. വിച്ച് സോഴ്സ്, എനി ബുക്സ്, എനി ടീച്ചേഴ്സ്, എനി ട്രെയിനേഴ്സ്, അതർ ഓൺലൈൻ. ഇനി ഓൺലൈൻ ആണെങ്കിൽ തന്നെ എന്ത് കാണണം, ഏത് വെബ്സൈറ്റ് റീഡ് ചെയ്യണം, ഏത് യൂട്യൂബ് ചാനൽസ് കാണണം, അപ്പോഴാണ് ഞങ്ങൾക്കും ഇതുപോലെ ഒന്ന് തിങ്ക് ചെയ്യാൻ പറ്റുക എന്നൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അവർക്ക്. അതെങ്ങനെയാണ് റൗള് സാധ്യമാക്കിയത്? വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ്, ഞാനിത് കയറിയപ്പം ഞാൻ ഇത് പഠിക്കുക എന്നല്ല കണ്ടേ. എൻ്റെ 2 മാസത്തിൻ്റെ കാര്യം ഇത് 2 ദിവസത്തിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ChatGPT ഈ പടങ്ങൾ AI-ക്ക് 1 സെക്കൻഡിൽ ഉണ്ടാക്കാം. ഇനി വരയ്ക്കണ്ട, പാട്ടുകൾ ഉണ്ടാക്കാം AI-ക്ക്, വീഡിയോസ് ഉണ്ടാക്കാം. ഡിഫറൻഷിയേഷൻ നമുക്ക് ചെയ്യാനേ പറ്റില്ല ആ സീന്.
അപ്പം അതൊക്കെ കണ്ടപ്പം എന്നെ എപ്പോഴും മൈൻഡ് ബ്ലോൺ ആക്കിയിട്ട് ഞാൻ ഓരോ കാര്യം പോയി പഠിച്ചത്. പക്ഷെ ഞാനത് പഠിത്തമായിട്ട് കണ്ടില്ല. ജസ്റ്റ് ചുമ്മാ ഇരിക്കുമ്പോൾ കഴിക്കുന്നതിന് ചുമ്മാ ഒരു വീഡിയോ ഇരുന്ന് കണ്ടു, എയുടെ കുറിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് സമയത്ത് ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു അത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പാഷൻ എന്താ അത് തന്നെ നിങ്ങൾ നോക്കുക. യെസ്, എന്തായാലും വേണം. പക്ഷെ ഫോർ എക്സാമ്പിൾ ഉറങ്ങാൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഉറങ്ങാൻ ഇഷ്ടത്തിനകത്ത് ബെഡ്സ് ഉണ്ടല്ലോ, ബെഡ്സ് വേണമെങ്കിൽ ഓരോ ഇങ്ങനെ ട്രൈ ചെയ്യാം, 30 days ഗ്യാരണ്ടി ഉണ്ടല്ലോ. ബെഡ് ട്രൈ ചെയ്തിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ബെഡ് എന്ന് വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ലിവിങ് ഉണ്ടാക്കാം ഉറങ്ങിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ സോഴ്സ് ഇപ്പൊ എന്നോട് പറഞ്ഞത് വീഡിയോസ് കാണുന്നു എന്നുള്ളതാണ്. വീഡിയോസും കുറെ ഞാൻ വെബ്സൈറ്റ്സിൽ പോയി, ലിങ്ക്ഡിൻ ലേണിംഗ്, അങ്ങനെ കുറെ സ്ഥലത്ത് ഞാൻ പോയി പഠിച്ചിട്ട് ഇതൊന്ന് ഗൂഗിളിൽ തന്നെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, നമ്മൾ ഈ ലിങ്ക്ഡിൻ ലേണിങ്ങിനെ പറ്റിയൊക്കെ 10ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥി പറയുക എന്ന് പറയുമ്പോൾ വി ആർ പ്രൗഡ് ഓഫ് യു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തും പലരും ഇപ്പോഴും ആ ഒരു സെക്ടറൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊരു കാര്യം സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് റൗൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മക്കളെയും അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ചാനൽസും വെബ്സൈറ്റ്സും സോഴ്സസും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മെയിൻലി ഇൻ്റർനെറ്റിൽ. അതിൻ്റെ നല്ല വശങ്ങളെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ സഞ്ചരിച്ചാണ് റൗൾ ഇതിൻ്റെ മെയിൻ സോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്തത്, അല്ലേ? കറക്റ്റ്. യെസ്, സോ ട്രൂ. ലൈക്ക് അങ്ങനെ വന്നിട്ടാ നൗ ഐ എം ഏബിൾ ടു ബി എ സോഴ്സ്. ഇപ്പൊ ആൾക്കാർക്ക് എന്റെ യൂട്യൂബ് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും, എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്തിട്ടും എനിക്ക് അത് ഐ എം ഏബിൾ ടു ഗിവ് ക്ലാസ്സസ് ജസ്റ്റ് ബിക്കോസ് ഞാൻ അതെല്ലാം പഠിച്ചിട്ട് ഒരു അതായിട്ട് വന്നു. ഓക്കെ, അപ്പോൾ റൗൾ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം AI വിൽ റീപ്ലേസ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ചില സെക്ടേഴ്സ് ഉണ്ട്, മേ ബി റൗളിൻ്റെ ഒരു എക്സ്പ്ലോറിങ്ങിൽ അത് വന്നിട്ടുണ്ടാവാം. അതായത് ഈ അടുത്ത് തന്നെ ഒരു റോബോട്ട്സ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദി ഹെഡ് എന്ന് പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു. ഒരു ഇനി ഭാവിയിൽ ചൈനയോ ജപ്പാനോ എവിടെയാണല്ലോ, അപ്പോൾ ഇങ്ങനെ തല മാറ്റി വെക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സിസ്റ്റം AI-യിലൂടെ സാധ്യമാകാൻ പോകുന്നു എന്ന് പറയുന്നു. മേ ബി നടക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ AI സിസ്റ്റത്തിന് തെറ്റ് പറ്റാമോ? യെസ്, ഷോർലി. AIക്ക് എപ്പോഴും ഇപ്പൊ തന്നെ ChatGPT ഉപയോഗിക്കുമ്പോൾ കോൺഫിഡന്റ് ആയിട്ട് അത് പറയും, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് പിണറായി വിജയൻ വരെ പറയാൻ പറ്റും. അത്രയും ഹെലൂസിനേഷൻസ് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI we can never trust on it. That is one of the reasons it is kind of dangerous. പക്ഷേ എല്ലാ കാര്യത്തിനും നല്ല സൈഡും ഉണ്ട്, ചീത്ത സൈഡും ഉണ്ട്. റൈറ്റ്, ഗുഡ് സൈഡ് ആൻഡ് ദ ബാഡ് സൈഡ്. ഇപ്പൊ എത്ര കൂടുതൽ നേരം ഫോൺ ഉപയോഗിക്കുന്ന, യെസ് ഇറ്റ്സ് ബാഡ്. കുറച്ചു നേരം ഫോൺ ഉപയോഗിക്കുന്ന, ഓൾസോ ഇറ്റ്സ് ബാഡ്.